തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മുടെ കണ്ണിനെ കുറിച്ചും കാഴ്ചപ്പാടിനെ കുറിച്ചും പറയുകയാണ്. ഈശോ പറയുകയാണ്, കണ്ണ് കുറ്റമറ്റതെങ്കിൽ എൻ്റെ ശരീരം മുഴുവൻ പ്രകാശിക്കുമെന്ന് പറയുകയാണ്. കാരണം നമ്മൾ കണ്ണിലൂടെ കാണുന്നതും നമ്മുടെ ചില കാഴ്ചപ്പാടുകൾ നമ്മൾ രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആത്മാവിന് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ആത്മാവിന്റെ സ്ഥിതിക്ക് ഈ നമ്മൾ കാണുന്ന കാഴ്ചകളും നമ്മൾ രൂപപ്പെടുത്തുന്ന ചില കാഴ്ചപ്പാടുകളും നമ്മുടെ ആത്മാവിനെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ കാഴ്ചയും കാഴ്ചപ്പാടുകളും വിശുദ്ധിയുള്ളതാക്കി തീർക്കുക എന്ന് പറയുകയാണ്. രണ്ട് യജമാനന്മാരെ ഒരാൾക്ക് ഒരിക്കലും പ്രീതിപ്പെടുത്താനായിട്ട് സേവിക്കാനായിട്ട് പറ്റുകയില്ല എന്ന് ഈശോ പറയുമ്പോൾ, ഞാൻ എൻ്റെ അധരം കൊണ്ട് ഈശോയെ സ്നേഹിക്കുകയും എൻ്റെ കാഴ്ചകൾ കൊണ്ട് എൻ്റെ കാഴ്ചപ്പാടുകൾ കൊണ്ട് സാത്താനെ സേവിക്കുകയും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഈശോ വളരെ കൃത്യമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ കാഴ്ചകളും വിശുദ്ധിയുള്ളതാക്കാനും അതോടൊപ്പം തന്നെ ഈശോയെ മാത്രം സ്നേഹിക്കാനും ദൈവത്തെ മാത്രം സ്നേഹിക്കാനുമായിട്ടുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.